Morning children, welcome to our science class. Today we are going to discuss chapter 8 storms and cyclones. We are going to discuss storms and cyclones. First, what is air? Air is a mixture of gases. Air is a mixture of gases. In our smaller classes, we already learned that moving air is called wind. Moving air is called wind. Then air exerts pressure. Air എന്ത് ചെയ്യുന്നു? ചുറ്റിലും pressure ചെലുത്തുന്നു. It is due to this pressure that the leaves of trees, banners or flags flutter when the wind is blowing. കാറ്റടിക്കുമ്പോൾ ഇലകൾ അനങ്ങുന്നതും ബാനേഴ്സ് ഫ്ലാഗ്സ് ഇവയൊക്കെ പാറിപ്പറക്കുന്നത് എന്തുകൊണ്ടാണ്? എയർ ഇവയുടെ മേൽ പ്രഷർ ചെലുത്തുന്നത് കൊണ്ടാണ്. നമ്മൾ ഊതി വീർപ്പിക്കുമ്പോൾ ബലൂൺ വീർത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ബലൂണിനുള്ളിലേക്ക് എയർ കയറ്റുമ്പോൾ ആ എയർ ബലൂണിൻ്റെ വാളിലേക്ക് പ്രഷർ ചെലുത്തുന്നത് കൊണ്ടാണ് ബലൂൺ എന്ത് ചെയ്യുന്നത്? വീർത്ത് വരുന്നത്. We have to fill air into the bicycle tube to keep it tight. Also, a bicycle tube overfilled with air may burst. നമ്മൾ സൈക്കിളിൻ്റെ ട്യൂബ് എയർ കൊണ്ട് നിറയ്ക്കാറുണ്ട് ടൈറ്റായിട്ട് നിൽക്കാൻ. അതുകൂടാതെ ബൈസൈക്കിളിൻ്റെ ട്യൂബിൽ ഓവറായിട്ട് എയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? പൊട്ടിപ്പോവും. This happens because air exerts pressure. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? എയർ പ്രഷർ ചെലുത്തുന്നത് കൊണ്ടാണ്. നമ്മൾ ബൈസൈക്കിൾ ട്യൂബിൽ എയർ ഫില്ല് ചെയ്യുമ്പോൾ അത് ടൈറ്റ് ആവുന്നതും ഓവർ ഫില്ലായിപ്പോയാൽ പ്രഷർ കൂടി അത് പൊട്ടിപ്പോവും. നെക്സ്റ്റ്, മൂവ്മെൻറ്റ് ഓഫ് എയർ. Air moves from the region where the air pressure is high to the region where the pressure is low. എയർ മൂവ് ചെയ്യുന്നത് എയർ പ്രഷർ ഹൈ കൂടിയ റീജിയനിൽ നിന്നും എയർ പ്രഷർ ലോ ആയ കുറഞ്ഞ റീജിയനിലേക്കാണ് എയർ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. അതിനെയാണ് വിൻഡായിട്ട് നമുക്ക് തോന്നുന്നത്. എയർ പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് എയർ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് എയറിൻ്റെ തള്ളിക്കയറ്റമാണ് വിൻഡ്. ദ ഗ്രേറ്റർ ഡിഫറൻസ് ഇൻ പ്രഷർ ദ ഫാസ്റ്റർ ദ എയർ മൂവ്സ്. പ്രഷറിൻ്റെ ഡിഫറൻസ് കൂടുന്നതിനനുസരിച്ച് എയർ മൂവ് ചെയ്യുന്നതിൻ്റെ സ്പീഡും കൂടും. പ്രഷറിൻ്റെ വ്യത്യാസം കുറവാണെങ്കിൽ പതിയെ എയർ മൂവ് ചെയ്യും. പ്രഷർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ അത്രയും സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുന്നത്? എയർ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു പോകും. പ്രഷർ ഡിഫറൻസ് ഈസ് കോസ്ഡ് ബൈ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ്. ഹൗ ആർ ദ പ്രഷർ ഡിഫറൻസസ് ക്രിയേറ്റഡ് ഇൻ നേച്ചർ? Because the difference is caused by differential heating. പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാ? How are the pressure differences created in nature? അറ്റ്മോസ്ഫിയറിലെ എയറിൻ്റെ സമമല്ലാത്ത സ്ഥാപനം, അതായത് ഹീറ്റിംഗ്, ചൂട് പിടിക്കൽ കൊണ്ടാണ് എന്ത് പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നത്. On heating, air expands and occupies more space and become lighter. On heating, ചൂട് പിടിക്കുന്നതിലൂടെ എയർ എക്സ്പാൻഡ് ചെയ്യുകയും ആൻഡ് occupies more space, കൂടുതൽ സ്പേസ് ഒക്കുപ്പൈ ചെയ്യുകയും ആൻഡ് ബിക്കം ലൈറ്റർ മീൻസ് വെയിറ്റ് കുറയുകയും ചെയ്യുന്നു. Warm air rises up because it becomes lighter. This creates an area of low pressure below the rising air. നമുക്കറിയാം വെയിറ്റ് കുറയുന്ന വസ്തുക്കൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോവും. അപ്പോൾ അതുപോലെ വാം എയർ, ചൂട് പിടിച്ച എയർ ലൈറ്റർ ആവുന്നത് കൊണ്ട്, അതായത് വെയിറ്റ് കുറയുന്നത് കൊണ്ട് അതിങ്ങനെ ചൂട് പിടിച്ച എയർ മാത്രം ഉയർന്ന് പൊങ്ങുന്നു. അപ്പോൾ ആ എയർ ഉണ്ടായിരുന്ന സ്ഥലത്ത് പ്രഷർ ലോ ആവും. This creates an area of low pressure below the rising air. എയർ ഉയർന്നു പൊങ്ങിയ എയറിന് താഴെയായിട്ട് ലോ പ്രഷർ ഏരിയ ഉണ്ടാവും.
The area of low pressure is quickly filled in by cooler air from around. ആ ലോ പ്രഷർ ഉണ്ടായ ഏരിയയിലേക്ക് ചുറ്റിനുമുള്ള കൂളർ എയർ എന്ത് ചെയ്യും? തള്ളിക്കയറും. അതിനെയാണ് വിൻഡ് എന്ന് പറയുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മൾ ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ 6 പേരിരിക്കുന്നു എന്ന് വെച്ചു. അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പ്രഷർ ചെലുത്തിയായിരിക്കും ഇരിക്കുന്നത്. അതിനിടയ്ക്ക് വെച്ച് ഒരാൾ ഞെരുക്കം കാരണം ഒന്ന് എണീറ്റു എന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരെല്ലാം കൂടി ആ സ്പേസ് കൂടി ഒക്കുപ്പൈ ചെയ്ത് നിറഞ്ഞിരിക്കും. അതുപോലെയാണ് എക്സാമ്പിൾ. അതുപോലെയാണ് ഈ കാര്യവും. അതായത് അതുപോലെ അല്ല, എന്നാൽ ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ഏരിയയിലെ എയർ ഹീറ്റായി ലൈറ്ററായി മുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ ആ സ്പേസിലേക്ക് ചുറ്റുമുള്ള എയർ എന്ത് ചെയ്യുന്നു? തള്ളിക്കയറുന്നു. അങ്ങനെ ആ എയറിൻ്റെ തള്ളിക്കയറ്റമാണ് വിൻഡായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. Thus, differential heating of air creates pressure difference which makes the wind movement. അപ്പോൾ ഇങ്ങനെ സമമല്ലാത്ത ഹീറ്റിംഗ് ഓഫ് എയർ ആണ് എന്ത് ചെയ്യുന്നത്? പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. വിച്ച് മേക്സ് ദ വിൻഡ് മൂവ്മെൻറ്റ്. വിൻഡ് മൂവ്മെൻറ്റിന് കാരണമാകുന്നതും ഈ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആണ്. Uneven heating of the earth causes wind movements. Now let us discuss uneven heating of the earth causes wind movements. First, uneven heating between the equator and poles. ഇക്വേറ്ററിനും പോൾസിനും ഇടയ്ക്കുണ്ടാകുന്ന അൺഈവൻ ഹീറ്റിങ്ങിനെ കുറിച്ച് നോക്കാം. The equator gets the maximum heat from the sun. The air in these regions gets warm. The warm air rises and the cooler air from the latitude regions moves in. This results in the wind movement from latitude towards equator. We all know that we learned in smaller classes. The equator gets the maximum heat from the sun. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ്, സണ്ണിൽ നിന്നുള്ള ഹീറ്റ് കിട്ടുന്നത് എവിടെയാ? ഇക്വേറ്റർ റീജിയൻസിൽ. അപ്പോൾ അവിടുത്തെ എയർ എന്ത് ചെയ്യും? പെട്ടെന്ന് വാമാവും, ചൂടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ചൂടായ എയർ എന്ത് ചെയ്യും? ലൈറ്ററായിട്ട് വെയിറ്റ് കുറഞ്ഞിട്ട് ഉയർന്ന് പൊങ്ങും. അങ്ങനെ ഇക്വേറ്റർ റീജിയനിലെ എയർ വാമായി റൈസ് ചെയ്ത് പോകുമ്പോൾ അവിടുത്തെ പ്രഷർ എന്താവും? ലോ ആവും. ലോ ആവുമ്പോൾ അതിനെ ലാറ്റിറ്റ്യൂഡ്, ഇക്വേറ്റർ റീജിയൻസിൽ അപ്പുറത്തും ഇപ്പുറമുള്ള ലാറ്റിറ്റ്യൂഡ് റീജിയൻസിലുള്ള തണുത്ത എയർ എൻ്റെ ഇക്വേറ്റർ റീജിയനിലേക്ക് തള്ളിക്കയറി പോകും. അങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡിൽ നിന്നും ഇക്വേറ്ററിലേക്കുള്ള വിൻഡ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അറ്റ് ദ പോൾസ്, അപ്പോൾ നമ്മൾ ലാറ്റിറ്റ്യൂഡിൽ നിന്ന് ഇക്വേറ്ററിലേക്കുള്ള വിൻഡ് മൂവ്മെൻ്റ് ആണ് നോക്കിയത്. അടുത്ത പോൾസിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അറ്റ് ദ പോൾസ് എയർ ഈസ് കൂളർ ദാൻ അറ്റ് ലാറ്റിറ്റ്യൂഡ്സ്. പോൾസിൽ ലാറ്റിറ്റ്യൂഡിനേക്കാളും എയർ എന്താണ്? കൂളാണ്. ദ വാം എയർ അറ്റ് ലാറ്റിറ്റ്യൂഡ്സ് റൈസ് അപ്പ് ആൻഡ് ദ കോൾഡ് വിൻഡ് ഫ്രം ദ പോളാർ റീജിയൻസ് റഷസ് ഇൻ ടു ടേക്ക് ഇറ്റ്സ് പ്ലേസ്. ഇൻ ദിസ് വേ വിൻഡ് സർക്കുലേഷൻ ഈസ് സെറ്റ് അപ്പ് ഫ്രം ദ പോൾസ് ടു വാമർ ലാറ്റിറ്റ്യൂഡ്സ്. ലാറ്റിറ്റ്യൂഡ്സിലെ വിൻഡിനേക്കാളും കൂളാണ് പോൾസിലെ വിൻഡ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സിലെ വിൻഡ് ചൂടാവുമ്പോൾ ആ എയർ ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നു. അപ്പോൾ ആ സ്ഥലം പിടിക്കാനായിട്ട് എവിടെ? പോളാർ റീജിയൻസിലുള്ള തണുത്ത എയർ അങ്ങനെ തള്ളിക്കയറി ലാറ്റിറ്റ്യൂഡ്സിലെ പ്ലേസ് പിടിക്കും. അപ്പോൾ അങ്ങനെയാണ് വിൻഡ് സർക്കുലേഷൻ, പോൾസിൽ നിന്ന് ലാറ്റിറ്റ്യൂഡ്സിലേക്കുള്ള വിൻഡ് സർക്കുലേഷൻ ഇങ്ങനെയാണ് സാധ്യമാകുന്നത്. പോൾസിൽ നിന്ന് ലാറ്റിറ്റ്യൂഡിലേക്ക് എയർ പോകുന്നു, വിൻഡ് ഉണ്ടാകുന്നു. ലാറ്റിറ്റ്യൂഡിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് വിൻഡ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് വിൻഡ് സർക്കുലേഷൻ ഈ സെറ്റപ്പ് ഫ്രം ദ പോൾസ് ടു ദ വാമർ ലാറ്റിറ്റ്യൂഡ്സ്. നെക്സ്റ്റ്, uneven heating of land and water. First, let us see sea breeze. We learned in smaller classes. In coastal areas, the land warms up faster than the ocean surface. The warm air from the land rises up and create an area of low pressure near the ground. The low pressure zone is filled in by cooler air from the ocean surface. This gives rise to the sea breeze. In coastal areas, തീരപ്രദേശങ്ങളിൽ ലാൻഡ്
കടലിനേക്കാളും കര വേഗത്തിൽ ചൂടുപിടിക്കുന്നു. ചൂടുപിടിക്കുമ്പോൾ എയർ ഉയർന്നു പൊങ്ങുമെന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെ കോസ്റ്റൽ ഏരിയാസിൽ ലാൻഡ് വേഗത്തിൽ ചൂടുപിടിക്കുമ്പോൾ അവിടുത്തെ എയർ റൈസ് അപ്പ് ആൻഡ് ക്രിയേറ്റ് ആൻ ഏരിയ ഓഫ് ലോ പ്രഷർ നിയർ ദ ഗ്രൗണ്ടിനോട് ചേർന്ന പ്രദേശത്ത് ലോ പ്രഷർ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ലോ പ്രഷർ സോൺ ഫില്ല് ചെയ്യാനായിട്ട് ഓഷ്യന് മുകളിലുള്ള കൂൾ എയർ, തണുത്ത എയർ എന്ത് ചെയ്യുന്നു, ഈ ലാൻഡിലേക്ക് തള്ളിക്കയറുന്നു. അതിനാണ് കടൽക്കാറ്റ്, സീ ബ്രീസ് എന്ന് പറയുന്നത്. കടലിൽ നിന്ന് കരയിലേക്കുള്ള കാറ്റ്, അതാണ് സീ ബ്രീസ്. ലാൻഡിൽ ഉണ്ടാകുന്ന ലോ പ്രഷർ സോണിലേക്ക് ഓഷ്യനിലുള്ള കൂളർ എയർ തള്ളിക്കയറുന്നതിനെയാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്, അതായത് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ലാൻഡ് ബ്രീസ്. അപ്പോൾ നമ്മൾ നേരത്തെ സീ ബ്രീസ് കണ്ടത് എപ്പോഴാണ്? ഡ്യൂറിങ് ദ ഡേ ടൈം, പകൽ സമയത്താണ്. അടുത്തിനി ഡ്യൂറിങ് നൈറ്റ് ദ ലാൻഡ് കൂൾസ് ഫാസ്റ്റർ ദാൻ ദ ഓഷ്യൻ സർഫസ്. The warmer area from the ocean surface rises up and creates an area of low pressure near the surface. This filled in by cooler air from the land. This gives rise to the land breeze. നൈറ്റിൽ ലാൻഡിനെ അപേക്ഷിച്ച് എവിടെ ഓഷ്യൻ്റെ സർഫസ് എന്ത് ചെയ്യും? ചൂടായി തന്നെ ഇരിക്കും. അതായത് ലാൻഡ് പെട്ടെന്ന് ചൂടാകുന്ന പോലെ തന്നെ ലാൻഡ് പെട്ടെന്ന് കൂളാവും നൈറ്റ് ആകുമ്പോൾ. പക്ഷേ ഓഷ്യൻ്റെ സർഫസ് അത്ര പെട്ടെന്ന് എന്താവത്തില്ല, കൂളാവത്തില്ല. അപ്പോൾ പകലിലുള്ള ആ ചൂട് മുഴുവൻ ഓഷ്യൻ്റെ സർഫസിൽ നിൽക്കും. അപ്പോൾ ലാൻഡ് കൂളാവുമ്പോൾ ഓഷ്യൻ്റെ സർഫസിലായിരിക്കും ചൂടുള്ള എയർ. അപ്പോൾ ആ എയർ ഉയർന്നു പൊങ്ങുമ്പോൾ അവിടെ ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ടാകുന്നു. എവിടെ? ഓഷ്യൻ്റെ സർഫസിന് മുകളിലായി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ലോ പ്രഷർ ഏരിയയിലേക്ക് ലാൻഡിൽ നിന്നുള്ള കൂൾ ബ്രീസ് തള്ളിക്കയറുന്നു. തണുത്ത കാറ്റ് കടലിലേക്ക് തള്ളിക്കയറുന്നു. അതിനെയാണ് ലാൻഡ് ബ്രീസ്, മീൻസ് കരക്കാറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ? ടുഡേ വി ലേൺഡ് അബൌട്ട് വിൻഡ് മൂവ്മെൻറ്റ്സ്. വിൻഡ് മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. മെയിനായിട്ടും ലോ പ്രഷർ ഏരിയയിൽ നിന്ന് ഹൈ പ്രഷർ ഏരിയയിലേക്കല്ല, ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കാണ് വിൻഡ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ലോ പ്രഷർ ഏരിയയിലേക്ക് ഹൈ പ്രഷർ ഏരിയയിലോ കോൾഡ് എയർ എന്ത് ചെയ്യുന്നു, തള്ളിക്കയറുന്നതാണ് വിൻഡ് എന്ന് പഠിച്ചു. ഡ്യൂറിങ് ദ ഡേ ടൈമിൽ എന്തുണ്ടാകുന്നു? സീ ബ്രീസ് ഉണ്ടാകുന്നു. സീയിലെ തണുത്ത കാറ്റ് ലാൻഡിലേക്ക് കയറുന്നതാണ് സീ ബ്രീസ്. നൈറ്റിൽ ലാൻഡിലെ തണുത്ത കാറ്റ് സീയുടെ സർഫസിലേക്ക് തള്ളിക്കയറുന്നതാണ് എന്ത്, ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്ന് നോക്കിയത്. ഓക്കെ, വി വിൽ ലേൺ അബൌട്ട് തണ്ടർ സ്റ്റോംസ് ആൻഡ് സൈക്ലോൺസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. റീഡ് ദ ലെസൺ വെൽ. താങ്ക് യു.